കൂടുതൽ ഇന്ധനം തേടി ബംഗ്ലാദേശ്. അയൽക്കാർ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണിത്. അയൽ രാജ്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യക്ക് പ്രത്യേക താൽപര്യങ്ങൾ ഉണ്ടെന്നാണ് പലരും സൂചിപ്പിക്കുന്നത്. രാജ്യങ്ങൾ അതിരൂക്ഷ സാഹചര്യങ്ങൾ നേരിടുമ്പോൾ അതിനെ മറികടക്കാനുള്ള സഹായങ്ങൾ ഇന്ത്യ ചെയ്തു കൊടുക്കുന്നു. ഇന്ത്യയോടുള്ള ബന്ധങ്ങൾ തുടരാൻ രാജ്യങ്ങൾ താൽപര്യം കാണിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ഫലമാണെന്നാണ് നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ ബുധനാഴ്ച ന്യൂഡൽഹിയിലേക്കുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രി സന്ദർശനം നടത്തിയതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ധന വാങ്ങലുകൾ വർദ്ധിപ്പിക്കാൻ ബംഗ്ലാദേശ് ശ്രമിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വഷളായ ബന്ധം ലഘൂകരിക്കപ്പെടുമെന്നതിന്റെ സൂചനയാണിത്. 2 ദിവസത്തെ സന്ദർശന വേളയിൽ ഊർജ്ജ സഹകരണം ഉൾപ്പെടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവരുമായി റഹ്മാൻ ചർച്ചകൾ നടത്തി. ഇന്ത്യ അടുത്തിടെ ഡീസൽ കയറ്റുമതി ചെയ്തതിന് റഹ്മാൻ നന്ദി പറയുകയും കൂടുതൽ അളവിൽ ഇന്ധനവും വളവും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അഭ്യർത്ഥന എളുപ്പത്തിലും അനുകൂലമായും പരിഗണിക്കുമെന്ന് പുരി സൂചിപ്പിച്ചതായി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ബംഗ്ലാദേശ് ഊർജ്ജ ഇറക്കുമതിയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധം ഇതിനെ തടസ്സപ്പെടുത്തി. പൊതു തിരഞ്ഞെടുപ്പിലെ വൻ വിജയത്തെ തുടർന്ന് ഫെബ്രുവരിയിൽ അധികാരമേറ്റ പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ ഭരണകൂടത്തിന്റെ നയതന്ത്ര ഇടപെടലിന്റെ ഒരു ആദ്യ പടിയാണ് മന്ത്രിതല സന്ദർശനം. യാത്രാ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതും സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതും ചർച്ചകളിൽ ഉൾപ്പെട്ടിരുന്നു. ബംഗ്ലാദേശികൾക്കുള്ള പ്രത്യേകിച്ച് മെഡിക്കൽ, ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള വിസ നടപടിക്രമങ്ങൾ വരും ആഴ്ചകളിൽ ഇളവ് ചെയ്യുമെന്ന് ഇന്ത്യ പറഞ്ഞതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ആഴത്തിലുള്ള സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങളും 4000 കിലോമീറ്റർ പങ്കിട്ട അതിർത്തിയും ഉണ്ടായിരുന്നിട്ടും ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന 2024 ബഹുജന പ്രതിഷേധത്തെ തുടർന്ന് ന്യൂഡൽഹിയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം അയൽക്കാർ തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ശിക്ഷിച്ച ഹസീനയെ കൈമാറണമെന്ന ആവശ്യം ധാക്ക വീണ്ടും ഉന്നയിച്ചു. പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും റഹ്മാൻ കൂടിക്കാഴ്ച നടത്തി. വിശാലമായ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും മേഖലയിലുടനീളം സഹകരണം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ച ചെയ്തു. ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ, സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കിയതോടെ ഇരു രാജ്യങ്ങളും വിസ സേവനങ്ങൾ നിർത്തിവെച്ചു. ബംഗ്ലാദേശിൽ നിന്നുള്ള ചില സാധനങ്ങൾക്ക് ഇന്ത്യ തുറമുഖ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ ബന്ധത്തിൽ മഞ്ഞുവീഴ്ചയുടെ ലക്ഷണങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായിരുന്നു. താരിഖ് റഹ്മാന്റെ അമ്മയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ ഡിസംബറിൽ ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ അദ്ദേഹത്തെ ആദ്യം അഭിനന്ദിച്ച നേതാക്കളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടുന്നുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.